ഹർഷ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം CPM, CPI, LDF നേരിട്ടത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല എന്നായിരുന്നു പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവരുടെ നേതൃയോഗങ്ങളിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. പല കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിണറായിയുടെ ഇടപെടലാണ്. ഇപ്പോൾ പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം പിണറായി വിജയന്റെ സമീപനവും അദ്ദേഹം എടുത്ത ഏകാധിപത്യപരമായ തീരുമാനങ്ങളുമാണെന്ന ഒരു അഭിപ്രായം ഈ നേതൃയോഗങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പിണറായിയെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിലേക്ക് CPM-ഉം CPI-യും എത്തിച്ചേരുമോ? കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ചില കോണുകളിൽ നിന്നും വാർത്തകൾ വന്നിരുന്നു. അതായത് എല്ലായിടത്തു നിന്നും എന്ന് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരുന്നോ എന്നും എനിക്കറിയില്ല. പക്ഷേ ചിലയിടങ്ങളിൽ നിന്നെങ്കിലും വന്ന വാർത്ത അനുസരിച്ച് ഇനി LDF തുടർ ഭരണത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ആയിരിക്കില്ല വരുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ 9.5 വർഷം ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ മുന്നോട്ട് പോയി. ഈ 9.5 വർഷത്തിന് ശേഷം ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ CPM തുറന്നു പറയുന്ന, അല്ലെങ്കിൽ CPI തുറന്നു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവ LDF പറയുന്നത്, പൂർണ്ണമായും LDF എടുത്തു കഴിഞ്ഞാൽ LDF പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് അത് വലിയ രീതിയിൽ CPM-ന് തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ള ഒരു പഠനത്തിന് ശേഷം ഇവർ പുറത്തു വന്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല വിഷയം ബാധിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകിയ ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് പൊതുജനങ്ങൾ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ അവർ പറയുമ്പോഴും നമ്മളിൽ പലരും ശ്രദ്ധിച്ച മറ്റൊരു കാര്യമായിരുന്നു എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ വിഷയം എടുത്തിടുന്നില്ല എന്നുള്ളത്. അതിന് കൃത്യമായ ഉത്തരം വന്നിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ കാരണമല്ല തോൽവി വന്നിരിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അല്ലെങ്കിൽ LDF സർക്കാർ, അല്ലെങ്കിൽ ഇടത് സർക്കാർ എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പോലും ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് പിണറായി സർക്കാർ എന്നാണ്. പ്രധാനമായും പിണറായി വിജയന്റെ ഏകാധിപത്യത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പിണറായി വിജയനിലേക്ക് ഒതുങ്ങുന്ന ഒരു രീതിയിലേക്ക് സർക്കാർ മാറിയിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറിക്കാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയോട് പോലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് എന്നുള്ള സാഹചര്യത്തിലും ഇവിടെ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ മുഖ്യമന്ത്രി എന്ത് പറയുന്നു അവിടെ ഓച്ചാനിച്ച് മിണ്ടാതെ നിൽക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഗോവിന്ദ മാസ്റ്റർ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ തനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പറയുന്ന പല കാര്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന CPI-യിൽ പോലും ഇത്തരത്തിലൊരു ചെറിയൊരു അസ്വാരസ്യങ്ങൾ കേൾക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കേട്ടിരുന്നു CPM-ഉം CPI-യും വേർതിരിക്കുന്നു, CPI LDF-ൽ നിന്ന് വിട്ടുപോയിരുന്നു എന്നുള്ളത്. പക്ഷേ CPM നേതാക്കൾ ഇത്തരത്തിൽ അതിനെ ഒഫീഷ്യലി സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവർ പറയുന്നത് LDF-നെ ചെറുതാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ LDF-നെ ദൗർബല്യം വരുത്തുന്ന രീതിയിൽ അവർ ഒരിക്കലും പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും മാറി നിൽക്കില്ല എന്നവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ പോലും പിണറായി വിജയന്റെ ചില നീക്കങ്ങൾ, പിണറായി വിജയന്റെ ചില പെരുമാറ്റങ്ങൾ അവർക്ക് പോലും അസഹിഷ്ണുത നിറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ഈ രണ്ട് CPM-ന്റെയും CPI-യുടെയും നേതൃയോഗങ്ങളിൽ ഉണ്ടായ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇനി എന്താണ് ബാക്കിയുള്ളത്? അപ്പോൾ അവർ നിരത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഹർഷ സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ. ആദ്യത്തേതെന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചതിൽ പറ്റിയ പാളിച്ച, അവർക്ക് അതിർവരമ്പ് വയ്ക്കാൻ പിണറായിക്ക് വന്ന പാളിച്ചയാണ്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ കണ്ടു, പിണറായി തികഞ്ഞ അയ്യപ്പ ഭക്തനാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടെ മൗനത്തോടെ നിന്ന ഒരു വ്യക്തി അതൊരു വലിയ വിമർശനത്തിന് വിധേയനാവുകയായിരുന്നു. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കൃത്യമായ ഉത്തരം പൊതുജനത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് പിണറായിക്ക് അത് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഈ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല? അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ CPM-ന്റെ നേതൃയോഗങ്ങളിൽ തന്നെ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അയാളെ പുറത്താക്കുന്നില്ല എന്നുള്ള ചോദ്യം. അതിനൊരു കൃത്യമായ ഉത്തരം പോലും പിണറായി നൽകുന്നില്ല. ഇനി പറയുന്നത് നേരത്തെ പറഞ്ഞ PM ശ്രീ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട്, അത് അദ്ദേഹം ഏകാധിപത്യപരമായിട്ട് ഇപ്പോൾ ബിനോയ് വിശ്വവുമായി പോലും ഒരു ചർച്ച നടത്താതെ, ഒന്ന് ആലോചിക്കണം, ഇപ്പോൾ LDF മുന്നണിയിൽ നിന്ന് CPM-ഉം CPI-യും ഒരുപോലെ കൈകോർത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ CPI അവരുടെ അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളോട് ചോദിക്കാതെ ചെയ്തു എന്ന് പരസ്യമായി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു നിർത്തിയത് പിണറായി തന്നെയാണ്. അപ്പോൾ ഈ പൊതുവില് പറയുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരം. നമ്മൾ ഇന്നലെ കുറച്ച് ചർച്ചകൾ പറഞ്ഞു. പിണറായി വിരുദ്ധ വികാരം അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്
എന്നുള്ളത് തീർച്ചയാണ്. നമ്മള് PM ശ്രീ വിഷയത്തിൽ നമ്മൾ പറഞ്ഞതിനകത്ത് CPI പോലും CPIയോട് പോലും അഭിപ്രായം ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ CPM-ലെ പല നേതാക്കന്മാരും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അവർ ഒരു വശത്ത് നിന്നുകൊണ്ട് മാധ്യമങ്ങളെ കണ്ട് PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പുവെക്കില്ല എന്ന് തീർത്തു പറയുമ്പോൾ അതിന് 2 ദിവസം മുൻപ് തന്നെ ഒപ്പുവെച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പലരും അറിഞ്ഞിരുന്നില്ല. പിന്നീട് വിഷയം ഇത്തരത്തിൽ വലിയ വിവാദങ്ങളായ സമയത്ത് തുറന്നു പറഞ്ഞപ്പോഴാണ് CPM നേതാക്കന്മാർ പോലും നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ പിന്നെ ഒപ്പിട്ടു പോയി, ഇനി ന്യായീകരിച്ചല്ലേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അവിടെ കിടന്ന് മെഴുകുന്ന കുറെ CPM നേതാക്കന്മാരെ നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവർ തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്, തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാലും അത് അത്രത്തോളം നാണക്കേട് നമുക്കുണ്ടാകില്ല. കാരണം പ്രതിപക്ഷത്തിരിക്കുന്നതും അഭിമാനം തന്നെയാണ്. LDF-നെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള മത നേതാക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ആ ഒരു ജനങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അത് വലിയ തോൽവിയേക്കാൾ വളരെയധികം തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPM-നെയും CPI-യെയും കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. ഈ ഒരു LDF-നെ ദുർബലമാക്കില്ല എന്ന് പറയുമ്പോൾ പോലും ചില നേതാക്കന്മാർ, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്കറിയാം തുടക്കത്തിൽ വന്ന സമയത്തൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇരട്ടച്ചങ്കനെന്നും അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നടന്നു വന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു സമയം നമുക്ക് തെറ്റായിട്ട് പറയാൻ സാധിക്കും. അദ്ദേഹം തികഞ്ഞൊരു സഖാവ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അധികാരം ലഭിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ തുടർ ഭരണത്തിലേറിയപ്പോൾ തന്റെ കയ്യിൽ നിന്നും ഇനി ഒന്നും വിട്ടുപോകില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആണോ അദ്ദേഹത്തെ? തുടർ ഭരണമാണ് അദ്ദേഹത്തിന് പാളിപ്പോയൊരു സ്ഥലം. ഒന്നാം പിണറായി സർക്കാർ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നു. ഇപ്പോൾ കോവിഡ് സമയത്തെ പ്രവർത്തനങ്ങൾ, അതിനുശേഷം അഴിമതികൾ ഉണ്ടായിട്ടുണ്ട്, പുറത്തു വന്നിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഒരു കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ ഭേദമായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശൈലജ ടീച്ചർ വരുമെന്ന് പ്രതീക്ഷിച്ചു, പല മന്ത്രിമാരും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ പിണറായി മുഖ്യമന്ത്രിയായി തുടരുന്നു. അപ്പോൾ അടുത്ത പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ ഒരു തികഞ്ഞ പരാജയമായി മാറി. കാരണം പിണറായിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മന്ത്രിമാരെ നിയോഗിക്കുന്നു, ആൾക്കാരെ നിയോഗിക്കുന്നു, പൊതുജനം വിചാരിച്ച ആൾക്കാരെ മാറ്റി നിർത്തുന്നു. ശൈലജ ടീച്ചർക്ക് കിട്ടിയ ഭൂരിപക്ഷമൊക്കെ വലിയ മാതൃകയാണ് ഇതിന്. കാരണം ശൈലജ ടീച്ചർ വരുമെന്ന് ഒരുപാട് പേർ പ്രതീക്ഷിച്ചിരുന്നു. അതെല്ലാം തട്ടിമറിച്ചുകൊണ്ട് ഒരു ഏകാധിപത്യ ഭരണം വരുന്നു. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിലാണ് മൂന്നാം പിണറായി സർക്കാർ വേണമെന്ന് പറയുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ.